പ്രിയപ്പെട്ടവരെ, കൊടുവള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ചില അശുഭകരമായിട്ടുള്ള വാർത്തകൾ വരികയാണ്. കൊടുവള്ളിയിൽ മറ്റേത് സ്ഥലങ്ങളിലും ഉള്ളതുപോലെ ഇപ്പോൾ നമുക്ക് ഓപ്പറേഷൻ തൂഫാനിൻ്റെ പര്യടനങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. പല ജില്ലകളിലും പല സ്ഥലങ്ങളിലും ഈ ലഹരി എന്നത് വ്യാപകമായിട്ട് കിടക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചൊക്കെ കൊടുവള്ളിയിലും അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കൊടുവള്ളി ഒരു ലഹരിയുടെ ഹബ്ബാണ് എന്ന തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണമൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഒരു നാടായിട്ട് പെരുപ്പിച്ച് കാണിക്കാനുള്ള ഒരു സമീപനം കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, കൊടുവള്ളിയിൽ സാമ്പത്തികമായിട്ടുള്ള ചില അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷേ അത് കൊടുവള്ളിയിൽ മാത്രമാണോ നടക്കുന്നത്? കൊടുവള്ളിയിൽ മാത്രമേ ഇത് നടന്നിട്ടുള്ളുവോ? പല സ്ഥലങ്ങൾ നമ്മൾ പരിശോധിച്ചാലും അവിടങ്ങളിലൊക്കെ കുഴൽപ്പണം പിടികൂടാറുണ്ട്. പല സ്ഥലങ്ങളിലും സ്വർണ്ണക്കടത്ത് റാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ പിടികൂടാറുണ്ട്. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ മറ്റേത് സ്ഥലത്ത് സംഭവിച്ചാലും കൊടുവള്ളിക്കടുത്ത താമരശ്ശേരി, അല്ലെങ്കിൽ കൊടുവള്ളിക്കടുത്ത അടിവാരം, കൊടുവള്ളിക്കടുത്ത മുക്കം എന്ന രീതിയിൽ ഈ കൊടുവള്ളി ചേർത്തുകൊണ്ട് കൊടുവള്ളിയെ ഇതിൻ്റെ ഹബ്ബാണ് എന്ന് മാറ്റി തീർക്കുവാനുള്ള ഏതോ ചില ദുശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് വലിയ ഗൗരവമായിട്ടുള്ളൊരു കാര്യം, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് NIA അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റേതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയൊക്കെ കൊണ്ടുവരണം എന്ന് ശുപാർശ ചെയ്യുന്നു എന്ന ഒരു വാർത്തയും ഇപ്പോൾ വരികയാണ്. തീർച്ചയായിട്ടും അത് ഒരു പ്രദേശത്തെ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ചിത്രീകരിക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. 1, 2, 3 വ്യക്തികളൊക്കെ ഒരു പക്ഷേ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടേക്കാം. അത് വ്യക്തികൾ ചെയ്യുന്നതാണ് എന്ന് വെച്ച് ആ പ്രദേശം മുഴുവൻ അത്തരത്തിലുള്ള ഒന്നാണ് എന്നൊരിക്കലും അവകാശപ്പെടാൻ കഴിയില്ല. കൊടുവള്ളി എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് സ്വർണ്ണ വ്യാപാര മേഖലയിലാവട്ടെ, വസ്ത്രവ്യാപാര മേഖലയിലാവട്ടെ, അതോടൊപ്പം തന്നെ മറ്റ് പല തരത്തിലുള്ള വ്യാപാരങ്ങളും മറ്റേത് സ്ഥലങ്ങളിലേതുപോലെ തനിമയാർന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നൊരു പ്രദേശമാണ്. ആ പ്രദേശത്തെക്കുറിച്ചാണ് ഇപ്പോൾ വളരെ വ്യാപകമായി കൊണ്ട് സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ തലസ്ഥാനം എന്ന തരത്തിൽ ചിത്രീകരിക്കുവാനുള്ള ബോധപൂർവമായിട്ടുള്ളൊരു ഹിഡൻ അജണ്ട നടക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാരാണ് ഇത് നൽകുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഇത് കൈമാറുന്നത്. ഈ രീതിയിലേക്ക് കൊടുവള്ളി എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട് എന്ന് പറയുന്നതെങ്കിൽ അത് വലിയ ഗുരുതരമായ പിഴവാണ്. അതിനെതിരെ ശബ്ദമുയർത്തേണ്ട ആളുകൾ തീർച്ചയായിട്ടും ശബ്ദം ഉയർത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ ആ പുഴുക്കുത്തുകളൊക്കെ മാറ്റിയെടുക്കുവാനുള്ള സമീപനം ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ ഏത് സംഭവത്തിലും കാണുന്നത് പോലെ കുറ്റകൃത്യങ്ങൾ സ്വാഭാവികമായിട്ട് നടക്കാറുണ്ട്. എന്നാൽ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് അതിനെ നമ്മൾ കാണേണ്ടതില്ല. അത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള പ്രശ്നമാണ്. ആ വ്യക്തി കേന്ദ്രീകൃത പ്രശ്നങ്ങൾക്ക് നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളുമായിട്ട് പോകുക എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രദേശത്തെ ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. മാധ്യമങ്ങൾക്കും ഇതിൽ വലിയ റോളുണ്ട്. പലപ്പോഴായിട്ട് ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ ഒരു ഇടമായിട്ട് പലപ്പോഴും റൂമറുകൾ നൽകിക്കൊണ്ട് വാർത്തകൾ സൃഷ്ടിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കൊടുവള്ളിക്കടുത്ത എന്ന ടാഗ് ലൈനിൽ പലപ്പോഴും പലതരത്തിൽ ഇതിനെ ചിത്രീകരിക്കാറുണ്ട്. ലഹരി എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. കൊടുവള്ളി അങ്ങനെ ഒരു ലഹരിയുടെ വലിയ ഹബ്ബോ ലഹരി വ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു പ്രദേശമോ ഒന്നുമല്ല. അവിടെ സ്വാഭാവികമായിട്ടും ഇന്നത്തെ MDMA കഞ്ചാവും പോലെയൊക്കെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ഇതിനേക്കാൾ തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങളുണ്ട്. വ്യാപകമായ ഇതിൻ്റെ പേരിൽ തന്നെ, ഈ ലഹരിയുടെ പേരിൽ വലിയ ക്രൂരതകളും മർദ്ദനങ്ങളും ഒക്കെ നടന്ന സ്ഥലങ്ങളുണ്ട്. കൊലപാതകം നടന്ന പ്രദേശങ്ങളുണ്ട്. ഇതൊന്നും കൊടുവള്ളിയിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ കൊടുവള്ളി എന്ന് പറയുന്നൊരു പ്രദേശത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമത്തെ തീർച്ചയായിട്ടും ജനകീയമായ ഒരു പ്രതിരോധത്തോടു കൂടി തന്നെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാവേണ്ടതുണ്ട്. ഭരണകൂടവും ഇക്കാര്യത്തിൽ അതീവ ഗൗരവമായ ശ്രദ്ധ പുലർത്തണം, ജാഗ്രത പുലർത്തണം. വ്യക്തികൾ ചെയ്യുന്ന ഒരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ അതൊരു പ്രദേശത്തിൻ്റെ ഒരു മുഴുവൻ പ്രശ്നമാക്കി കാണുന്നതും കാണിക്കുന്നതും അതൊരിക്കലും ഒരു സംവിധാനത്തിന് ഭൂഷണമല്ല എന്നാണ്